ഹലോ എവരിവൺ. മാനിഫെസ്റ്റേഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പണം നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ലൈഫ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പലപ്പോഴും മണി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമില് നമ്മൾ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും നമുക്കത് ശരിയായ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല എന്നുള്ള ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിലുള്ള ഒരു മണി മാനിഫെസ്റ്റേഷൻ നടത്തേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ചേഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. പലപ്പോഴും നമ്മളൊക്കെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തില് കേട്ടു വളർന്ന പലരുടെയും ലൈഫിന്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പണമുണ്ട് എങ്കിൽ ദുഃഖമാണ് ലൈഫില്. പണമുള്ളവരുടെയൊക്കെ ലൈഫില് ഒരുപാട് വിഷമങ്ങളും വേദനകളിലൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ഒരുപാട് സമ്പന്നര് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള കഥകളായിരിക്കാം ചെറുപ്പം മുതലേ നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ബിലീഫ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പണം ഉണ്ടാക്കണമെന്നൊരു തീവ്രമായ ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവാം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മളോട് പറയുന്നത് പണം എന്ന് പറയുന്നത് അത്ര ഇതുള്ള ഒരു കാര്യമല്ല, ലൈഫിൽ സന്തോഷം കെടുത്തുന്ന ഒരു കാര്യമാണ്. പണം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ധാരാളം പണം ഉള്ളവരും ഒക്കെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഒരു തരത്തിലും അവരുടെ ലൈഫ് നല്ല രീതിയിൽ പോവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ ഈ മണി മാനിഫെസ്റ്റേഷന്റെ ബിഗിനിങ് അല്ലെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മളുടെ ആ ഒരു ബിലീഫ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാം? അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളോട് തന്നെ നമ്മൾ പറയുക, പണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള ഒരു ഘടകമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ പണം കൂടിയേ തീരൂ. പണം നേടുന്നത് കൊണ്ട് ജീവിതത്തിൽ നമുക്ക് സന്തോഷങ്ങളും സൗകര്യങ്ങളും അടിസ്ഥാനപരമായ ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ ഓൾഡ് ബിലീഫ് സിസ്റ്റത്തെ നമുക്ക് പതിയെ പതിയെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ആവശ്യകത നമ്മളെ തന്നെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അത് സഹായിക്കും. സെക്കൻഡ് തിങ് ഈസ് സെറ്റ് ക്ലിയർ ഇന്റൻഷൻ. പലപ്പോഴും മണി മാനിഫെസ്റ്റേഷൻ ഫെയിലിയർ ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പണം എനിക്ക് വേണം, എന്റെ ലൈഫിൽ എനിക്ക് നല്ലതായിട്ട് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടണമെങ്കിൽ പണം വേണം എന്നുള്ള ഒരു ഐഡിയ കാണും. പക്ഷെ ആ ഒരു ഇന്റൻഷൻ അത്ര ക്ലിയർ ആയിരിക്കില്ല. അതായത് എനിക്ക് എത്ര പണം വേണം, എത്ര കാലയളവിനുള്ളിൽ വേണം എന്നൊക്കെ ഒരു വ്യക്തത ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യം നേടാനായിട്ട് തോന്നുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത്, എത്ര പണമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അത്യാവശ്യത്തിന് നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് മണി ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ എത്ര നാളിനുള്ളിൽ ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതുക. അപ്പൊ എപ്പോഴും ഓർക്കുക, അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ആയിരിക്കണം. അതായത് ഇപ്പൊ 1 കോടി രൂപ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, നമ്മളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെ കംപ്ലീറ്റ് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് അത് ഇടയാകും. അപ്പം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ഇന്റൻഷൻ സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. തേർഡ് തിങ് ഈസ് വിഷ്വലൈസേഷൻ. നമ്മളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ഏറ്റവും അധികം സക്സസ് ആകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ വിഷ്വലൈസേഷൻ? വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്നതല്ല വിഷ്വലൈസേഷൻ. നമ്മൾ ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചു അതിനെക്കുറിച്ച് നമ്മൾ കാണാനായിട്ട് മനസ്സിൽ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടുകയും അത് നമ്മൾ എന്താണോ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു അവസരത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ അതിലേക്ക് ഏകോപിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടാണ് ഈ വിഷ്വലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലെയും വൈകിട്ടുമാണ് ഏറ്റവും ഫേവറബിൾ. അതല്ല നമുക്ക് ഒരു നേരമേ പറ്റുന്നുള്ളെങ്കിൽ ആ ഒരു ടൈം ഒരു 5 to 10 minutes മാറ്റി വെക്കുക. ശാന്തമായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് കണ്ണുകൾ അടച്ച് നമ്മൾ ഇരുന്ന് ഒരു 2-3 ഡീപ് ബ്രത്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ മണി എത്രയാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൾ സെൻസസ് നമ്മൾ വിഷ്വലൈസേഷനിൽ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എത്ര മണി വേണം, അല്ലെങ്കിൽ നല്ലൊരു വീട് ഈ ഒരു പണം കൊണ്ട് നമുക്ക് വെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പണം നമ്മുടെ കയ്യിലേക്ക് വരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീട്, ആ വീട്ടിലെ ഓരോ ഏരിയകളും നമ്മൾ കാണുക, ആ വീടിന്റെ പരിസരം, ഓരോ റൂമുകള്,
അങ്ങനെ നമ്മൾ എത്രത്തോളം വ്യക്തതയോടെ നമ്മളുടെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം കാണുമ്പോഴാണ് അത് കൂടുതൽ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഫോർത്ത് സ്റ്റെപ്പാണ് പവർഫുൾ അഫർമേഷൻ. നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഈ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ. എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് പറയുക എന്നുള്ളത്. പറയുമ്പോൾ എപ്പോഴും പ്രസന്റ് ടെൻസിൽ പറയാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും അധികം കോൺഫിഡൻസോട് കൂടി തന്നെ പറയുക. അതിലൊരു സംശയത്തിന്റെ ഒരു ഇടയുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് തന്നെ ആ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് തടസ്സമായിട്ട് പല കാര്യങ്ങളും വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കോൺഫിഡൻസോടെ നമ്മൾ മണിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പണം ലഭിക്കാൻ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു അഫർമേഷൻ ഈ ഒരു കാര്യത്തില് പണം ലഭിക്കാൻ അല്ലെ സമ്പത്ത് ലഭിക്കാൻ എനിക്ക് അർഹതയുണ്ട് എന്ന് നമ്മളോട് പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണി മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ആണിത്. കാരണം പലപ്പോഴും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം അല്ലെങ്കിൽ പണം വേണമെന്ന് ആഗ്രഹം കാണും. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു തോന്നൽ വരുന്നത് എനിക്കിതിന് അർഹതയുണ്ടോ അല്ലെങ്കിൽ പണമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സ്ഥിതി എനിക്കുണ്ടോ എന്നുള്ള ഒരു ഞാൻ ഡിസേർവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ള ഒരു സംശയം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു സംശയത്തെ ദൂരീകരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു അഫർമേഷൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പണത്തിന്റെ ഒരു നല്ല സ്രോതസ് തന്നെയാണ് ഞാൻ എന്നൊക്കെയുള്ള നല്ല നല്ല അഫർമേഷൻസ് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന അഫർമേഷൻസ് കണ്ടുപിടിച്ച് ദിവസവും നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഫിഫ്ത്ത് വൺ ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ അത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ശീലമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് ദിവസവും രാവിലെ വൈകിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് പറഞ്ഞുകൊണ്ട് ചെയ്യാം. കൂടുതൽ എഫക്റ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത് തന്നെയാണ്. ഒരു ഡയറി അല്ലെ ഒരു ബുക്ക് മാറ്റി വെച്ച് ദിവസവും നമ്മൾ എഴുതുക. എനിക്ക് കഴിവുകൾ, സമ്പത്ത് സമ്പാദിക്കാൻ എനിക്ക് കഴിവുകൾ തന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. നമുക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം, നമ്മുടെ ദൈവത്തിനോട് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുവരെ തന്ന സമ്പത്തിന് നന്ദി പറയുന്നു എന്ന് പറയാം. സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമ്പത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇങ്ങനെ മണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റിയ സെന്റൻസുകളും നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരുന്നതുമായിട്ടുള്ള മണി മാനിഫെസ്റ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഈ ഗ്രാറ്റിറ്റ്യൂഡിന് പറ്റിയ സെന്റൻസുകൾ നമ്മൾ തന്നെ കണ്ടെത്തുക. അത് പറയുന്നത് ഒരു ശീലമാക്കുന്നത് നമ്മളിൽ നല്ല രീതിയിൽ പോസിറ്റിവിറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ വൈബ്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സിക്സ്ത് സ്റ്റെപ്പാണ് ഇൻസ്പയർഡ് ആക്ഷൻ. വെറും ആക്ഷൻ അല്ല, ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടണം. ഇപ്പൊ നമ്മളുടെ ഈ ഒരു കാര്യത്തിലാണെങ്കിൽ മണി മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ ഇരുന്ന് ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഫോളോ ചെയ്തത് കൊണ്ട് മാത്രം നമ്മളുടെ മാനിഫെസ്റ്റേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. പണം വരണമെങ്കിൽ അതിന് പറ്റിയ വഴികളും നമ്മൾ തേടണം, അതിനു വേണ്ടി പരിശ്രമിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻ ഒക്കെ പറയുന്നു, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പൊ എപ്പോഴും നമ്മളുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് മണിയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എങ്ങനെ അത് ഉണ്ടാക്കാമെന്നുള്ള ചിന്ത നമ്മൾ പോലും അറിയാതെ എപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വഴി, അത് ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഒരു ജോലിക്ക് നമ്മൾ നോക്കുമ്പോഴായിരിക്കാം ചിലപ്പം മണി നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ എന്താണ് നമ്മളുടെ മനസ്സിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ആശയം, അതൊരു ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഒരു കോഴ്സ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിലാവാം. അപ്പൊ അത് എന്ത് നമുക്ക് തോന്നുന്നോ ആ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതും മാനിഫെസ്റ്റേഷനിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ 6 സ്റ്റെപ്പുകളും ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ മണി മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതായത് അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ 1-2 ദിവസം ചെയ്ത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഏത് കാര്യം അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കണമെങ്കിലും അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആ ആക്ഷനിലേക്ക് ലീഡ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മളുടെ ചിന്തകളും
നമ്മളുടെ ബിലീഫ് സിസ്റ്റം എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും.